ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ഇനി പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകം തന്നെ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും പല രീതിയിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ അതിൻ്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തലസ്ഥാന നഗരിയുടെ പുതുവത്സര ആഘോഷത്തിന് മാറ്റുകൂട്ടുകയാണ് വസന്തോത്സവം. 3000-ലധികം വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങൾ വസന്തോത്സവത്തിൽ ഉണ്ട്. പുഷ്പങ്ങളുടെ വ്യത്യസ്തത ആസ്വദിക്കാനും വാങ്ങാനുമായി നിരവധി ആളുകളാണ് ദിനംപ്രതി കനകക്കുന്നിലേക്ക് എത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം ഇനങ്ങളിൽപ്പെട്ട 35,000 പൂച്ചെടികൾ, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, നഴ്സറികൾ തുടങ്ങിയവയുടെ മത്സര വിഭാഗത്തിൽ വിവിധ ഇനം ഇലച്ചെടികളും പൂച്ചെടികളും വസന്തോത്സവത്തിന്റെ മാറ്റുകൂട്ടുന്നു. മഞ്ഞൾ വിഭാഗത്തിൽപ്പെട്ട കുർക്കുമ അലിസ്മാറ്റിഫോളിയ ഹൈബ്രിഡ്, വിവിധ വർണ്ണങ്ങളിലുള്ള പോയിൻസെറ്റിയുമാണ് മേളയിലെ പ്രധാന ആകർഷണം. ഏറ്റവും രസകരമായ പ്ലാന്റ് എന്ന് പറയുന്നത് തായ്ലൻഡിലെ കുർക്കുമ, നമ്മുടെ മഞ്ഞളിൻ്റെ കുടുംബത്തിൽപ്പെട്ട കുർക്കുമ അലിസ്മാറ്റിഫോളിയയുടെ ഹൈബ്രിഡ് ഇനങ്ങളാണ്. അത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ഫ്ലവർ ഷോയിൽ ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. കട്ട് ഫ്ലവറായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ്. പുഷ്പങ്ങളുടെ ഭംഗി ആസ്വദിക്കാനും വാങ്ങിക്കാനുമായി വലിയ ജനക്കൂട്ടമാണ് ദിനംപ്രതി എത്തുന്നത്. നല്ല വെരി നൈസ്, കൊള്ളാവും, നല്ല അതിനപ്പുറം വെരി നൈസ്. ഇവിടെ വേറെ എവിടെ ഞാൻ ഇത്ര വെറൈറ്റീസ് കണ്ടിട്ടില്ല. ഇവിടെ കുറേ ആൾക്ക് വെറൈറ്റീസ് ആയിട്ട് കണ്ടായിരുന്നു. നല്ലതായിരിക്കും എന്ന് കണ്ടപ്പോൾ മനസ്സിലാകുന്നുണ്ട്. സന്തോഷമുണ്ട്. പുഷ്പങ്ങൾ ഉപയോഗിച്ചുള്ള ഇൻസ്റ്റലേഷനാണ് മറ്റൊരാകർഷണം. 1,00,000-ലേറെ പുഷ്പങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ ഇൻസ്റ്റലേഷനും നിർമ്മിച്ചിരിക്കുന്നത്. പുതുവർഷം വസന്തമുള്ളതാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കനകക്കുന്നിൽ വസന്തോത്സവത്തിന് തുടക്കമിട്ടത്. വൈവിധ്യങ്ങളായ പുഷ്പങ്ങളും പുഷ്പാലങ്കാരങ്ങളും ജനങ്ങൾക്ക് സന്തോഷം പകരുമെന്നത് തീർച്ചയായ കാര്യമാണ്. പുതുവർഷത്തിലേക്ക് അടുക്കുന്തോറും കനകക്കുന്നിൽ ഇങ്ങനെ ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യാമറാമാൻ RK കുമാറിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.